രണ്ടാം പകുതിയിൽ കഥ ഭൂരിഭാഗവും നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. ആ ഭാഗത്തൊരു സീനുള്ളത് നമ്മുടെ നായകന്റെ സുഹൃത്തുക്കൾ അവനെ സഹായിക്കാൻ വേണ്ടി അവിടെ എത്തുമ്പോൾ ഒരു വയസ്സായ കാർന്നോര് അവരോട് പറയും, എനിക്ക് ഈ പ്രായത്തിൽ നിങ്ങളെപ്പോലെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പ്രേമിച്ച പെണ്ണിന്റെ കൂടെ ജീവിച്ചേനെ എന്ന്. അമ്മാവൻ ഈ സെന്റി ഡയലോഗെല്ലാം പറയുന്ന സമയത്ത് നമ്മൾ ഓഡിയൻസ് ചിന്തിക്കുന്നത് ഈ സീനൊക്കെ ഈ പടത്തിൽ എന്തിനാണ് എന്നാണ്. നായകന്റെ നിസ്വാർത്ഥ സ്നേഹം നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണെന്ന് തോന്നുന്നു സംവിധായകന്റെ ഉദ്ദേശം. പക്ഷെ അതിൻ്റെ അകത്തേക്ക് കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഗ്യാങ്സ്റ്റർ റൈവൽറി കുത്തിക്കയറ്റിയിട്ട് സിനിമയെ ഒരു തലയും വാലും ഇല്ലാത്തതാക്കി മാറ്റുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലുള്ള ഡയലോഗ് ഹ്യൂമർ സീനൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർ രണ്ടാം പകുതി ആകുമ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന രീതിയിലായിരുന്നു തിയേറ്ററിൻ്റെ അകത്തിരുന്നത്. നമുക്കറിയാവുന്ന പ്രശസ്തരായ ചില താരങ്ങളുടെ ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. അവരെ കാണുമ്പോൾ കൈയടിക്കുന്നതിന് പകരം ഇവരൊക്കെ ഇത് എന്തിനാണ് ഇവിടെ എന്നൊരു തോന്നലാണ് കാണുന്നവനുണ്ടാകുന്നത്. ഒരു മോശം സ്ക്രിപ്റ്റിനെ രക്ഷിച്ചെടുക്കാൻ നാട്ടുകാരെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ സിനിമ ഉണ്ടാക്കിയവർ ശ്രമിക്കുന്നതാണോ എന്ന് വരെ തോന്നിപ്പോകും.